ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചെറിയ കുട്ടികൾക്ക്, അതായത് ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളുടെയും ഒരു ടീനേജ് ഏജിലുള്ള കുട്ടികളുടെയും ഒക്കെ പേരൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൻ്റെ ഒരു ചെറിയ പ്രൊഡക്റ്റാണ്. ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു നല്ല കിഡിലൻ ആപ്പിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളൊക്കെ സ്മാർട്ട് ഫോൺ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചില രക്ഷിതാക്കൾക്കെങ്കിലും അതൊരു ഒരു ഹെഡേക്ക് പോലെയാണ്. കാരണം നമുക്ക് അവരുടെ മൊബൈൽ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, മൊബൈൽ കൊടുത്താലും പ്രശ്നമാണ്. മാത്രമല്ല പരമാവധി സമയം അവർ ഗെയിം കളിച്ചിട്ടും മറ്റേ യൂട്യൂബ് കണ്ടിട്ടൊക്കെ ഒരുപാട് സമയം അതിൽ സ്പെൻഡ് ചെയ്യും. അവരുടെ പഠനത്തെ അത് ബാധിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന പേരൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ആപ്പാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈലിന് മുകളിൽ രക്ഷിതാക്കൾക്ക് ഒരു കൺട്രോൾ വരുത്തുന്നതിനായിട്ട് ഗൂഗിളിനെ തന്നെ ഒരു ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണിത്. അപ്പോൾ ഈ ആപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് രക്ഷിതാവിൻ്റെ ഫോണിലുണ്ടായിരിക്കണം, പിന്നെ ഒന്ന് കുട്ടികളുടെ കയ്യിലുള്ള ഫോണിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെ രക്ഷിതാവിന് തൻ്റെ കുട്ടിയുടെ ഫോണിൽ ഏതൊക്കെ ആപ്പ് നിലനിർത്തണം, ഏതൊക്കെ ആപ്പ് ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബെഡ് ടൈം, അതായത് രാത്രി സമയങ്ങളിലൊക്കെ എത്ര സമയം വരെ അവർ ഫോൺ യൂസ് ചെയ്യണം എന്നതൊക്കെ പേരൻസിന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ടൈം ലിമിറ്റും ഒരു സ്ക്രീൻ ലിമിറ്റൊക്കെ വെക്കാൻ സാധിക്കുന്ന ഒരു ഒരു നല്ല ആപ്പാണിത്. അപ്പോൾ നമുക്ക് ഈ ആപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ 2 ഫോൺ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇടതുവശത്തുള്ള ഫോൺ എന്ന് പറയുന്നത് പേരൻറ്റിൻ്റെ ഫോണാണ്, ഈ കാണുന്ന ഫോണ്. അതേപോലെ വലതുവശത്ത് വെച്ചിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് ചൈൽഡിൻ്റെ ഫോണാണ്, കുട്ടികളുടെ ഫോണാണ്. അപ്പോൾ നമ്മൾ 2 ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് 2 വ്യത്യസ്ത തരം ആപ്പുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം പേരൻറ്റിൻ്റെ ഫോണൊന്ന് നോക്കാം. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഫാമിലി ലിങ്ക് ഫോർ പേരൻറ്റ്സ് എന്നുള്ള ആപ്പാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ആപ്പാണ് പേരൻറ്റ്സിൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതേസമയം ചൈൽഡിൻ്റെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിങ്ങൾ 2 ആപ്പും പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 ഫോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് നമ്മളിപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഈ ഫോണിൽ 2 വേറെ അക്കൗണ്ടുകൾ ഞാൻ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ആപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഒരു പ്ലസ് സിമ്പിളുണ്ട്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഒരു മെസ്സേജ് വരുന്നുണ്ട്, നമുക്ക് അക്കൗണ്ട് സൂപ്പർവൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമുക്കൊരു കോഡ് കാണാം, താഴെ ഒരു കോഡ് വന്നിട്ടുണ്ട്. ഈ കോഡാണ് നമ്മൾ ചൈൽഡിൻ്റെ ഫോണിൽ എൻ്റർ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ചൈൽഡിൻ്റെ ഫോണിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് സൂപ്പർവൈസ് ദിസ് ഡിവൈസ് എന്ന് കാണാം താഴെ. അപ്പോൾ നമ്മൾ ആ താഴെ കാണുന്ന നീല ബട്ടണിലുള്ള ദിസ് ഡിവൈസ് എന്നുള്ള അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി കാണിക്കും, അതായത് ചൈൽഡിൻ്റെ ഫോണിലുള്ള മെയിൽ ഐ ഡി കാണിക്കും. ആ മെയിൽ ഐ ഡി നമ്മൾ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക പ്രോപ്പറായിട്ട്. അതിനുശേഷം നമുക്ക് പേരൻറ്റിൻ്റെ ഫോണിൽ കാണുന്ന ആ ഒരു കോഡ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ നമ്മളിവിടെ ഈ പേരൻറ്റിൻ്റെ ഫോണിലുള്ള ഈ കോഡ് നമ്മൾ തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സാണ് വന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് താഴെ ഒന്ന് മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ കോഡ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ പിൻ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനങ്ങനെ പിൻ കോഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേസമയം നമുക്ക് ഈ പേരൻസിൻ്റെ ഫോണിൽ കാണാം, നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ഫോണിലുള്ള മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൽ ഐ ഡി കൊടുത്തിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ട് നിങ്ങൾക്ക് സൂപ്പർവൈസ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഓക്കെ യെസ് എന്ന് കാണാം, അത് യെസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ പേരൻസിൻ്റെ ഫോണിൽ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഇതാണ്, ഫിനിഷ് സെറ്റപ്പ് ഓൺ ചൈൽഡ് ഫോൺ എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഈ ഒരു ഫോണിൽ വന്നിട്ട് നമ്മൾ കുറച്ച് സെറ്റപ്പ് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്വിക്കായിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജോയിൻ എന്നുള്ള ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടിരിക്കുന്നത് ജോയിൻ യുവർ പേരൻറ്റ്സ് ഫാമിലി ഗ്രൂപ്പ് എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജോയിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ പേരൻസിന് എന്തൊക്കെ ഇതിൽ കാണാൻ പറ്റും, പേരൻസിന് എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ മെസ്സേജുകളാണ്. നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. താഴെ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത് ചോദിക്കുന്നത് സൂപ്പർവിഷൻ എലോ ചെയ്യണോ എന്നുള്ളതാണ്. അത് നമ്മൾ എലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് കുറച്ച് മെസ്സേജുകളാണ്. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ആക്ടിവേറ്റ് ദിസ് ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്ന് കാണാൻ വഴിയിൽ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കിയാൽ കാണാം ഗോ ആൻഡ് ഗെറ്റ് യുവർ പേരൻ്റ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡിവൈസിൻ്റെ പേര് എന്താണ് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം.
ഡിവൈസിൻ്റെ പേരെന്താണോ വേണ്ടത് അത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാം. സോ ഐ വിൽ ഗോ വിത്ത് ദ സെയിം നെയിം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചൈൽഡിൻ്റെ ഫോണിൽ സെറ്റിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ പേരൻറ്റിൻ്റെ ഫോണിൽ ഫിനിഷ് സെറ്റപ്പ് എന്നുള്ള ഈ ഒരു വിൻഡോ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഫോണിലുള്ള ആപ്സുകളൊക്കെ നമുക്കിതിൽ നോക്കിയാൽ കാണാം. അതെല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് അടിയിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഫിനിഷിംഗ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ചൈൽഡിൻ്റെ ഫോണിൽ നമുക്കൊരു മെസ്സേജ് കാണാം. നമ്മളെ പേരൻറ്റിൻ്റെ ഫോണിൽ ഇപ്പോൾ ചെറിയൊരു ഫിൽറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് പാരൻ്റൽ കൺട്രോളാണ്, പിന്നൊന്ന് ഡീഫോൾട്ട് പാരൻ്റൽ കൺട്രോളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ താഴെയുള്ള ഡീഫോൾട്ട് പാരൻ്റൽ കൺട്രോൾ തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചൈൽഡിൻ്റെ ഫോണിലാണെങ്കിൽ ഇവിടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഡിവൈസ് കണക്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ റെഡി, ദിസ് ഡിവൈസ് ഈസ് നൗ റെഡി ഫോർ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ 2 ഫോൺ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുകയാണ്. കണക്റ്റ് ആയി കഴിഞ്ഞു. പേരൻറ്റിൻ്റെ ഫോണിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ചെറിയ സംതിങ് നെറ്റ്വർക്ക് എററാണ്. ട്രൈ അഗെയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ഫോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചൈൽഡിൻ്റെ ഫോണിൽ വരുന്ന എന്തൊക്കെ ഐക്കണുകളാണുള്ളതെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഈ ഫോൺ എവിടെയാണോ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പേരൻ്റ്, ഇത് പേരൻ്റ് നമ്മുടെ ഫോണിൽ ഓരോ ആപ്പിനും വെച്ചിട്ടുള്ള ലിമിറ്റ്സുകളൊക്കെ നമുക്ക് ആസ് എ ചൈൽഡ് നോക്കാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ഏതെങ്കിലും ആപ്പിന് പേരൻ്റ് റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കും. അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല, പക്ഷേ ജസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. നമ്മുടെ ഫോൺ അൺലോക്ക്ഡ് ആണ്, അതായത് പേരൻ്റ് ഫോൺ ലോക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഡെയിലി ലിമിറ്റ് വെച്ചിട്ടുണ്ടോ അത് നോക്കാനായിട്ട് സാധിക്കും. ബെഡ് ടൈം കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഓപ്ഷൻസുകളാണ് നമുക്ക് ഇതിൽ ചൈൽഡിൻ്റെ ഫോണിൽ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് പേരൻറ്റിൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് പേരൻറ്റിൻ്റെ ഫോണിൽ കുറച്ച് സെറ്റിങ്സ് നോക്കാം. ആദ്യം തന്നെ നമ്മളിതിൽ മുകളിൽ കാണാം മാനേജ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലായിട്ട് കൺട്രോൾസ് ഓൺ ഗൂഗിൾ പ്ലേ എന്ന് കാണാം. ഇതിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമ്മൾ പർച്ചേസ് ആൻഡ് ഡൗൺലോഡ്, അതായത് നമ്മുടെ ചൈൽഡിന് ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് റിക്വയർ അപ്രൂവൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയിട്ട് നമ്മുടെ ചൈൽഡിൻ്റെ ഈ ഫോണിൽ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളോട് പെർമിഷൻ ചോദിക്കണമെന്നാണെങ്കിൽ നമ്മളിവിടെ ഓൾ കണ്ടൻറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ചൈൽഡിൻ്റെ ഫോണിൽ ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളോട് പെർമിഷൻ ചോദിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡെമോ നോക്കാം. നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഫോണിൽ വന്നിരിക്കുന്ന 2 മെസ്സേജ് എന്ന് പറഞ്ഞത് 2 മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ആസ്ക് ഇൻ മെസ്സേജ് എന്ന് കാണാം. അതായത് നമ്മുടെ പേരൻ്റ് അല്പം ദൂരമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുവഴി ആസ്ക് ഇൻ മെസ്സേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേരൻറ്റിൻ്റെ ഫോണിലേക്ക് ഒരു ഒരു നോട്ടിഫിക്കേഷൻ പോകും. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആസ്ക് ഇൻ മെസ്സേജ് എന്ന് കൊടുക്കുക. ഇതോടുകൂടി നമുക്ക് നമ്മുടെ ഈ പേരൻറ്റിൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ട് ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഫോണിൽ ഇത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചൈൽഡിന് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ ഞാൻ ഇതിൽ തൊട്ടിട്ട് ഇത് ഡിനൈ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചൈൽഡിന് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അതല്ല, പേരൻ്റ് മറ്റൊരു ഓപ്ഷനിലൂടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ആസ്ക് നൗ എന്നുള്ള ഓപ്ഷനാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻ്റ് ഇവിടുത്തെ ഈ ഒരു മെയിൽ ഐ ഡിയുടെ പാസ്വേഡ്, അതായത് ഈ പേരൻറ്റിൻ്റെ ഫോണിലുള്ള മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഇവിടെ കൊടുത്താൽ മതി. ആ പേരൻറ്റിൻ്റെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൽ വരുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്റേഴ്സ് ഓൺ ഗൂഗിൾ ക്രോം, അതായത് ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് കുട്ടികൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നതിൽ നമുക്ക് റെസ്ട്രിക്ഷൻ വെക്കാനായിട്ട് സാധിക്കും. ഗൂഗിൾ സെർച്ചിൽ ചെയ്യാം. അതേപോലെ നമ്മുടെ ഫിൽറ്റേഴ്സ് ഓൺ യൂട്യൂബിൽ എന്തെല്ലാം കുട്ടികൾ കാണണം എന്നുള്ളത് പേരൻസിന് ഡിസൈഡ് ചെയ്യാം. അതായത് യൂട്യൂബിൽ നമുക്കൊരു റിസ്ട്രിക്റ്റഡ് മോഡ് അവൈലബിൾ ആണ്. ആ റിസ്ട്രിക്റ്റഡ് മോഡിലാവുമ്പോൾ നമുക്ക്
പൊട്ടൻഷ്യലി കുറച്ചൊരു മെച്യൂർഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒന്നും കാണിക്കില്ല. കൂടുതലും കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു മോഡിലേക്ക് യൂട്യൂബിന് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ആൻഡ്രോയിഡ് ആപ്സ് എന്നുള്ള ഓപ്ഷനിൽ ഇത് നമുക്ക് നമ്മുടെ ചൈൽഡിൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്സും നമുക്കിവിടെ ഇതേപോലെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നോക്കിയാൽ കാണാം നമ്മുടെ ചൈൽഡിൻ്റെ ഫോണിൽ ഇവിടെ യൂട്യൂബ് ഉണ്ട്. ഇവിടെയും നമുക്ക് യൂട്യൂബ് കാണാം. ഇപ്പം ഞാൻ പോയിട്ട് ഈ യൂട്യൂബിൽ ആസ് എ പേരൻറ്റ് യൂട്യൂബ് ക്ലിക്ക് ചെയ്തു. യൂട്യൂബ് ഓൾറെഡി ചൈൽഡിൻ്റെ ഫോണിൽ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ആപ്പ് എലോ എന്നുള്ളത് ഇവിടെ ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡിൻ്റെ ഫോണിൽ നിന്ന് യൂട്യൂബ് ഡിസപ്പിയർ ആവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡിന് യൂട്യൂബ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിലേറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ കുട്ടികളുടെ ലൊക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ലൊക്കേഷൻ കാണാം. എന്നിട്ട് സീ യുവർ ചൈൽഡ്സ് ലൊക്കേഷൻ എന്നുള്ളത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾ എവിടെയാണോ ഉള്ളത് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടി എവിടെയാണോ ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ കാണാം ഈ ഫോണുള്ളത് ഈ ഒരു മുക്കം എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ പേരൻറ്റിൻ്റെ ഫോണിൽ നോക്കിയാൽ കാണാം ഇപ്പോൾ ഈ ഫോണുള്ളത് മുക്കം എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ലൊക്കേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അവരെവിടേക്കാണ് പോകുന്നത്, ഏത് സ്ഥലത്താണുള്ളതെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ആപ്പ് വഴി സാധിക്കും. മറ്റൊന്ന്, ഇതിൽ നമുക്ക് കുട്ടികളുടെ ഫോണ് ഇൻസ്റ്റൻ്റായിട്ട് ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം അൺലോക്ക്ഡ് ആണ് നമ്മുടെ ചൈൽഡിൻ്റെ ഫോണ്. അപ്പോൾ നമ്മളിവിടെ ഈ ലോക്ക് നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ചൈൽഡിൻ്റെ ഫോണ് ഇമ്മീഡിയറ്റായിട്ട് ലോക്കാവും. അപ്പോൾ നമ്മൾ ലോക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഫോണ് ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ലോക്കാവെന്ന് പറഞ്ഞാൽ ഈ ഫോണ് നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിരിക്കണം. നെറ്റ്വർക്ക് കണക്റ്റഡ് ആകുമ്പോഴേ ഇത് ലോക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബോണസ് ടൈം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബോണസ് ടൈം എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു 5-10 മിനിറ്റ്സ് എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ഫോണ് അൺലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ കാണാം ഒരു ബെഡ് ടൈം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ബെഡ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ചൈൽഡിൻ്റെ ഫോൺ എത്ര സമയം അവർ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് 9 PM to 7 AM ബെഡ് ടൈമാണ്. ആ ബെഡ് ടൈം നമ്മൾ ഇതിൽ നിശ്ചയിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അതായത് രാത്രി 9 മണിക്ക് ഫോൺ ലോക്കാവും, രാവിലെ 7 മണിക്ക് ഫോൺ അൺലോക്ക് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. അതിൽ നമുക്ക് പോയിട്ട് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈമൊക്കെ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം, ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇത് നല്ലൊരു ഫീച്ചറാണ്. കാരണം കുട്ടികൾ അർദ്ധരാത്രിയെല്ലാം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എന്താ പറയുക ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. പിന്നെ പൊതുവെ നമുക്ക് വരുന്നൊരു സംശയമാണ് ഈ ഒരു ആപ്പ്, അതായത് ഈ ഒരു കൺട്രോൾ വരുന്ന ഈ ഒരു ആപ്പ് നമ്മുടെ ചൈൽഡ് ഈ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ആപ്പ് നമ്മുടെ ചൈൽഡിന് ഒരിക്കലും ഈ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരിക്കൽ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്പ് ഈ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ മെസ്സേജ് നമുക്ക് കാണാം, അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള മെസ്സേജ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മുകളിൽ ടോട്ടലി ഒരു കൺട്രോൾ വെക്കാൻ പറ്റുന്ന ഒരു നല്ല ആപ്പാണിത്. അപ്പോൾ ഗൂഗിളാണ് ഓൾമോസ്റ്റ് അവരുടെ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാറുള്ളത്. അതേ ഗൂഗിൾ തന്നെയാണ് ഫോണിൻ്റെ അമിതമായ ഉപയോഗം കുട്ടികളിൽ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ആസ് എ പേരൻറ്റ് നമുക്ക് ഒരു ഫോൺ മാത്രമല്ല, നമുക്ക് എത്ര ഫോൺ വേണമെങ്കിലും ഇതേപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ 3 ഡിവൈസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫോൺ വേണമെങ്കിലും നമുക്കിതേപോലെ എത്ര ഫോണുകൾ വേണമെങ്കിലും നമുക്കിതേപോലെ കൺട്രോൾ ചെയ്യാം ഫാമിലി ലിങ്ക് ഉപയോഗിച്ച്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫാമിലി ലിങ്ക് ആപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഉപയോഗപ്രദമാകുമെന്ന് നിങ്ങൾ കരുതുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്, ബൈ.